ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടർക്കും അഡ്വക്കേറ്റ് അഞ്ജലി സീരിയലിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നാളെ നമ്മുടെ പത്മയുടെ ഡെഡ് ബോഡി വിട്ടുകിട്ടുവാട്ടോ. അപ്പൊ അഞ്ജലിക്കും അർജുനും അറിയില്ല, പത്മയുടെ ഒരു അനാഥയെ പോലെ വെറും ഒരു ശ്മശാനത്തിൽ അടക്കം ചെയ്തിട്ട് അവർക്ക് ആകുന്നുമില്ല. അതുകൊണ്ട് തന്നെ അഞ്ജലി ശ്യാമളനെയും ശിവരാമകൃഷ്ണനെയും വിളിക്കേണ്ട. പത്മയുടെ ഡെഡ് ബോഡി വിട്ടുകിട്ടി, എന്താ ചെയ്യേണ്ടത് ചോദിക്കുമ്പോൾ ശിവരാമൻ പറയണ്ട്, പത്മ എനിക്ക് എന്റെ മോളെ പോലെ തന്നെയാണ്, നിനക്ക് നിന്റെ അനിയത്തിയെ പോലെയല്ലേ, അപ്പൊ നമ്മൾ വേണം അത് കഴിഞ്ഞിട്ടുള്ള ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. നമുക്ക് നമ്മുടേതായിട്ടുള്ള ചെറിയ പറമ്പും കാര്യങ്ങളൊക്കെ ഇല്ലേ മോളെ, നമുക്ക് നമ്മുടെ പറമ്പിൽ അടക്കം ചെയ്യാൻ പത്മേനെ എന്ന് പറയാണ്. ശേഷം ഡെഡ് ബോഡി വാങ്ങിച്ചതിന് ശേഷം നമ്മുടെ അർജുനും അഞ്ജലി കൂടി നേരെ വീട്ടിലേക്ക് കൊണ്ടുവരാണ് ചെയ്യണം കേട്ടോ. അപ്പോഴും അമ്പാടിക്ക് ബോധമൊന്നും തന്നെ തെളിഞ്ഞിട്ടില്ല. അങ്ങനെ വീട്ടിലേക്ക് വരുമ്പോഴേക്കും മധു ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞപ്പനുണ്ട്, പിന്നെ അവിടെ നമ്മൾ ആ പത്മേനെ അറിയാവുന്ന കുറെ പേരുണ്ട് കേട്ടോ. എല്ലാവർക്കും ഭയങ്കര വിഷമമൊക്കെയാണ്. അങ്ങനെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ കഴിയുന്നുണ്ട്. പത്മേനെ അതായത് ചടങ്ങുകൾ കാര്യങ്ങളൊക്കെ ചെയ്യണം നമ്മുടെ അർജുനാണ് കേട്ടോ. അങ്ങനെ പത്മേനെ ചിതയിലേക്ക് വെക്കണ സമയമായി. അങ്ങനെ അർജുൻ തീ കൊളുത്താൻ വേണ്ടി പോകുന്ന സമയത്താണ് അവിടേക്ക് ഒരു ആംബുലൻസും പോലീസ് വണ്ടികളൊക്കെ വരുന്നത്. അപ്പോ അവിടുന്ന് സി എ നന്ദൻ ഓടി വന്നിട്ട് പറയണ്ട, അയ്യോ അരുത് തീ കൊളുത്തരുത് എന്ന് പറഞ്ഞിട്ട് ഓടി വരുവാണ്. അപ്പൊ അഞ്ജലി ചോദിക്കണേ, എന്ത് പറ്റി സർ, എന്താ എന്ന് ചോദിക്കുമ്പോഴേക്കും അതെ ചെറിയൊരു പ്രശ്നമുണ്ട്, ഈ കിടക്കുന്നത് നമ്മുടെ പത്മകുമാരി തന്നെയാണെന്നോ ഇപ്പൊ ഒരു സംശയം എന്ന് പറയാണ്. ഇതൊക്കെ അഞ്ജലി പറഞ്ഞിട്ട് സാർ എന്തൊക്കെയാ പറഞ്ഞത്, ഇത് പത്മ അല്ലെന്നോ, ചെറിയൊരു സംശയം മാത്രമേ ഉള്ളൂ, 90% ഇത് പത്മ ആവാൻ ചാൻസ് ഇല്ല, അതുകൊണ്ട് ഈ ഡെഡ് ബോഡി വീണ്ടും പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി അയക്കാൻ വേണ്ടി പോവാണ്. ഞാനാകെ ടെൻഷൻ ആയിട്ട് വന്നത്, നിങ്ങളുടെ മൊബൈൽ വിളിച്ചിട്ട് കിട്ടിയൂല സർ, മൊബൈലൊക്കെ വീട്ടിലാണ് സർ എന്ന് പറയണം. പിന്നെ ഈ ഒരു ചടങ്ങിന് മൊബൈൽ എടുക്കത്തൊന്നും ഇല്ലല്ലോ, അത് ശരിയാണ്, കറക്റ്റ് സമയത്ത് എന്തായാലും വന്നത് കൊണ്ട് രക്ഷപ്പെട്ടു, വേറൊന്നുമല്ല. പത്മയും അമ്പാടിയും തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന സമയത്ത് വേറൊരു സംഭവം കൂടി തമിഴ്നാട്ടിൽ നടന്നിരുന്നു. അവിടെ 23 വയസ്സുകാരിയും ഒരു 27 വയസ്സുകാരനും ഒളിച്ചോടി വിവാഹം കഴിക്കാൻ വേണ്ടി ബൈക്കിന് പോകുന്ന സമയത്ത് ഈ പയ്യന്റെ വീട്ടുകാര്, അതായത് അതായത് പൈസ ഉള്ള ടീംസ് ആണ്, അവര് ഈ പയ്യനെയും പെൺകുട്ടിനെയും പിടികൂടാൻ വേണ്ടിയിട്ട് അതേ സമയത്ത് അത് അവിടെ എത്തിയിരുന്നു. ആ പെൺകുട്ടി പത്മേനെ പോലെ പരതയെ കേട്ടിട്ടാണ് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഓടിപ്പോയത്. അതിനുശേഷം ആ പയ്യനെ ഇടിച്ചൊതുക്കിയിട്ട് ആ പെണ്ണിനെ ഇല്ലാതാക്കിയതാണ് ആ ഗുണ്ടകൾ പറയുന്നത്. അപ്പൊ വെച്ച് നോക്കുകയാണെങ്കിൽ അത് പത്മയും അമ്പാടിയാണെന്ന് സംശയമുണ്ട്. പക്ഷെ ആ പയ്യനെ നമുക്ക് കിട്ടി, അതായത് ആ വലിയ വീട്ടിലെ പയ്യൻ എന്ന് പറഞ്ഞാൽ ആ പയ്യനെ കിട്ടി. പക്ഷെ ആ പെൺകുട്ടിയാണ് മരിച്ച നിലയിൽ മരിച്ചെന്നാണ് ഇപ്പൊ ആ പെണ്ണിന്റെ വീട്ടുകാർ പറയണത്. അപ്പൊ ഇത് പത്മയാണോ ആ പെൺകുട്ടിയാണെന്ന് ഇപ്പൊ ഒരു സംശയമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒന്നുകൂടി പോസ്റ്റ്മോർട്ടത്തിന് അയക്കാണ്. DNA കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യണോ ഇനിയും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഡെഡ് ബോഡി ആംബുലൻസിലേക്ക് കയറ്റി അവിടെ നിന്ന് കൊണ്ടുപോവാണ്. പത്മയും അഞ്ജലിയും അർജുനും പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിൽക്കാട്ടെ, എന്താ സംഭവിച്ചെന്ന് അവർക്ക് പോലും മനസ്സിലാവുന്നില്ല. സി എ നന്ദൻ പറഞ്ഞു, നിങ്ങൾ ടെൻഷൻ ആവണ്ട, ചിലപ്പോ പത്മക്ക് ഒരു ആപത്ത് സംഭവിച്ചു കാണില്ലായിരിക്കും, അങ്ങനെ നമുക്ക് വിചാരിക്കാം, എന്തായാലും മരണപ്പെട്ടത് ഒരു പെൺകുട്ടി തന്നെയാണ്, അപ്പൊ അതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, അതിന്റെ ആത്മാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാന്നേ ഉള്ളതേ ഉള്ളൂ. നമുക്ക് എന്തായാലും ഇതിന്റെ ബാക്കിയുള്ള കേസും കാര്യങ്ങളും ഞാൻ തന്നെയാണ് നോക്കണത്. എന്തെങ്കിലും അപ്ഡേറ്റ് വരണമെങ്കിൽ ഞാൻ അഞ്ജലിനെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടാണ് സി എ നന്ദൻ അവിടെ നിന്ന് പോകുന്നത്. ശേഷം എല്ലാവരും പിരിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അഞ്ജലിയും അർജുനും അപ്പൊ തന്നെ വേഗം ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അത് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ അമ്പാടിക്ക് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. കാരണം അമ്പാടിക്ക് ബോധം വന്നാലേ പത്മ എവിടെയാണ്, പത്മയാണോ മരിച്ചത്, ജീവനോടെ ഉണ്ടോ എന്നൊക്കെ അമ്പാടിക്കല്ലേ അറിയുള്ളൂ. അതുകൊണ്ട് പിന്നീട് അങ്ങോട്ട് അമ്പാടിക്ക് ബോധം വരുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് അഞ്ജലിയും അർജുനും കേട്ടോ. അമ്പാടിന്റെ ഇടവും വലവും അവരുണ്ട്. അപ്പൊ അമ്പാടിന്റെ വീട്ടുകാരെ അർജുൻ വിവരം അറിയിച്ചു. അമ്മയും ചേച്ചിയൊക്കെ അവിടേക്ക് വരുന്നുണ്ട്. അപ്പൊ അർജുൻ പറഞ്ഞു, നിങ്ങൾ ടെൻഷൻ ആവാണ്ട, അമ്പാടിക്ക് ഒരു കുഴപ്പമില്ല, പത്മക്ക് എന്ത് പറ്റി മോനെ, പത്മയുടെ വിവരം എന്തെങ്കിലും അറിയോ, അതൊന്നും അറിയില്ല, അമ്പാടിക്ക് ബോധം വന്നാൽ മാത്രമേ പത്മക്ക് എന്ത് സംഭവിച്ചു, പത്മ ഇപ്പൊ ജീവനോടെ ഉണ്ടോ, മരണപ്പെട്ടോ എന്നൊക്കെ ഉള്ള വിവരങ്ങൾ അമ്പാടിക്ക് മാത്രമേ ലോകത്ത് അറിയുള്ളൂ. അമ്പാടിക്ക് ബോധം വരുന്നവരെ നമുക്ക് കാത്തിരിക്കാം എന്ന് അർജുനും പറയുന്നുണ്ട്. അങ്ങനെ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം അമ്പാടിക്ക് ബോധം തെളിയാണ്. ബോധം വരുന്ന അമ്പാടി എടുത്ത് അർജുനും അഞ്ജലിയും ചോദിക്കുന്നുണ്ട്, അന്ന് അമ്പാടി എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോ അമ്പാടി പറയുന്നുണ്ട്, പത്മയല്ല അന്ന് മരണപ്പെട്ടത്, പത്മ അന്ന് തന്നെ ഉപദ്രവിച്ച ശേഷം പത്മനെ ഓടിച്ചിട്ടുള്ളത് ശരിയാണ്. അതിനുശേഷം ആ പെൺകുട്ടി, അത് ഒളിച്ചോടി പോയിരുന്ന പെൺകുട്ടി, ആ പെൺകുട്ടിയും പത്മയും തമ്മിൽ കൂട്ടിമുട്ടുകയും ആ പെൺകുട്ടിനെ തന്നെയാണ് ആ പെൺകുട്ടി തന്നെയാണ് കൊല ചെയ്യപ്പെട്ടത്, പത്മയല്ല എന്ന് അമ്പാടി പറയുന്നത്. പക്ഷെ പത്മക്ക് പിന്നീട് എന്ത് സംഭവിച്ചെന്നും അമ്പാടിക്ക് അറിയില്ല. അപ്പോൾ അഞ്ജലിക്കും അർജുനും സമാധാനമാണത്, കാരണം താൻ മരിച്ചത് പത്മയല്ല എന്ന് അവർ സ്ഥിരീകരിക്കുന്നത് അപ്പോഴാട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്ന വേറൊരു വലിയ ട്വിസ്റ്റ് ആണ്. അത് വേറൊന്നുമല്ല, നമ്മുടെ അനുപമയാണെന്നുണ്ടെങ്കിൽ കൊട്ടേഷൻ ടീമിന് പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു പത്മേനെ ഇല്ലാതാക്കാൻ വേണ്ടി.
പണിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുന്ന അബി അനുപമയുടെ മുഖത്തേക്ക് ഒരു ഒറ്റ അടി വെച്ച് കൊടുക്കുകയാണ്. അപ്പൊ വീട്ടിലെല്ലാവരും ചോദിക്കണ്ടേ, എന്തിനാ നീ അനുപമയുടെ മോളുടെ മുഖത്തടിച്ചത്, എന്താ പ്രശ്നം ചോദിക്കുമ്പോ പത്മനെ കൊന്നത് ഇവളാണെന്ന് പറയാണ്. ഞാനോ എന്ന് അനുപമ ചോദിക്കുമ്പോ അതെ നീ തന്നെ, നീ കൊട്ടേഷൻ ഇവന് പൈസ കൊടുക്കണ എന്റെ കണ്ണുകൊണ്ട് കണ്ടടി എന്ന് പറയാണ്. നമ്മുടെ അനുപമയുടെ ഒരിക്കലും ഇല്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, നീ നോണ പറയുന്നത്, എന്റെ കണ്ണുകൊണ്ട് കണ്ട കാഴ്ച എന്ന് പറയുമ്പോ അനുപമ സമ്മതിക്കുന്നുണ്ട്. ശരിയാണ്, അന്ന് കുറുപ്പങ്ങളുടെ ഗുണ്ടകൾ പത്മേനെ അന്വേഷിച്ചു പോയ സമയത്ത് ഞാനും രണ്ടുപേരെ അന്വേഷിപ്പിക്കാൻ വേണ്ടി വിട്ടിട്ടുണ്ടായിരുന്നു. കാരണം അവരുടെ കയ്യിൽ നിന്ന് കുറുപ്പങ്ങളുടെ ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് പത്മ എങ്ങനെ രക്ഷപ്പെട്ടു പോവാണെങ്കിൽ പത്മേനെ പിടികൂടാൻ വേണ്ടി രണ്ടുപേര് ഏർപ്പാടാക്കി. ശരിയാണ്, അതിനുവേണ്ടി പൈസയും കൊടുത്തു. പക്ഷെ അവരല്ല പത്മേനെ കൊന്നത് എന്ന് അനുഭവം പറയും. അബി പറയുന്നത് നിനക്ക് നാണമില്ലല്ലോടി, നിന്നെ പോലത്തെ ഒരു പെൺകുട്ടിയല്ലേ പത്മയും, നിന്റെ അനിയത്തിയുടെ പ്രായമല്ലേ അവൾക്കുള്ളൂ, എന്നിട്ട് അവളെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുക്കാൻ നിനക്ക് ഒരു ഉളുപ്പും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അനുപമയെ കുറ്റപ്പെടുത്തിട്ട് അബി മുകളിലേക്ക് കയറി പോവാണ്. പക്ഷെ അത് കേൾക്കുമ്പോ രാഘവനുണ്ണിക്ക് സന്തോഷമാണ് ആവണത്. കാരണം തന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് തന്റെ മരുമകൾ ഇതൊക്കെ ചെയ്തത്. അപ്പൊ അതുകൊണ്ട് പറഞ്ഞിട്ട് വെൽ ഡൺ മൈ അനുപമ, മൈ മരുമകളെ, നീ എന്റെ മരുമകളാന്ന് ഒന്നും കൂടി തെളിയിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അനുപമയെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യണ രാഘവനുണ്ണിയുടെ. കാരണം രാഘവന് കോടതിയിൽ തോൽക്കാതിരിക്കാനും കുറുപ്പിനോട് കൊടുത്ത വാക്ക്, നന്ദിനി കൊടുത്ത വാക്ക് പാലിക്കാനും വേണ്ടിയിട്ടാണല്ലോ ഇതൊക്കെ തന്നെ ചെയ്തത് എന്ന് ആലോചിച്ചിട്ട് നമ്മുടെ രാഘവണ്ണിക്ക് സന്തോഷം തോന്നുവാണ്. പക്ഷെ പത്മ മരിച്ചിട്ടില്ലാത്തുള്ള കാര്യം അർജുനും അതുപോലെ അഞ്ജലിക്കും മാത്രമേ ഇപ്പൊ അറിയുള്ളൂ കേട്ടോ. അവര് വീട്ടിലോ നാട്ടിലോ ആരോടും കാര്യം പറഞ്ഞിട്ടില്ല. അത് വേറൊന്നുമല്ല, ഇനി പത്മ മരിച്ചില്ലെന്നങ്ങനെ അറിഞ്ഞ് ഇനി പത്മേനെ കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് പോയാലോ, അതുകൊണ്ട് ആ കാര്യം ആരോടും പറഞ്ഞില്ല. തിരിച്ച് വീട്ടിലെത്തിയ അർജുനോട് നമ്മുടെ എല്ലാവരും ചോദിക്കുന്നുണ്ട്, മാറി മാറി ചോദിക്കുന്നുണ്ട്, ഗോവിന്ദനും രമ്യയും അതെല്ലാവരും ചോദിക്കുന്നുണ്ട് എന്തായി പത്മയുടെ ഡെഡ് ബോഡി സംസ്കരിച്ചോന്ന് ചോദിക്കുമ്പോ സംസ്കരിച്ചു എന്ന് കള്ളമാണ് അർജുൻ പറയണത്. കാരണം ചെവി കോർത്തിരിക്കുകയാണ് നന്ദിനിയും രാഘവനുണ്ണി. അവരുടെ ചെവിയിൽ എങ്ങാനും ഇല്ല പത്മ മരിച്ചിട്ടുണ്ടോ ഇല്ലെന്നൊരു സംശയമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അന്വേഷിക്കാൻ പോണത് രാഘവനുണ്ണിയും അതുപോലെ തന്നെ കുറുപ്പും ആയിരിക്കുമെന്ന് നന്നായിട്ട് അർജുൻ അറിയാം. അതുകൊണ്ട് തന്നെ അർജുൻ വീട്ടിലൊരു കള്ളം പറയാണ്, പത്മയുടെ ഡെഡ് ബോഡി സംസ്കരിച്ചു എന്ന് പറഞ്ഞിട്ട് അർജുൻ മുകളിലേക്ക് കയറി പോകണം. പക്ഷെ അർജുന്റെ മുഖത്ത് വിഷമവും കാര്യങ്ങളൊക്കെ മാറി കിട്ടി കേട്ടോ. അതിനുശേഷം അർജുൻ വീട്ടിൽ പിന്നെ ആർക്കും സംസാരിക്കണമെന്നില്ല. കുറച്ചു ദിവസത്തേക്ക് അർജുൻ ആരോടും സംസാരിക്കുന്നില്ല. പിന്നീട് അർജുൻ അമ്പാടിയുടെ അടുത്ത് പോകുന്നുണ്ട്. എന്നിട്ട് അമ്പാടിയുടെ അടുത്ത് പറയുന്നുണ്ട് പത്മ എവിടെയാണെങ്കിലും ഞങ്ങൾ നിനക്ക് വേണ്ടി കണ്ടുപിടിച്ച് കൊണ്ടും തരുമെന്ന് പറയാണ്. അങ്ങനെ പത്മേനെ അന്വേഷിച്ച് CA നന്ദനും അഞ്ജലിയും അർജുനും കൂടി ഇറങ്ങി പുറപ്പെടാണ്. അവസാനം അവര് തന്നെ കണ്ടെത്താണ് പത്മേനെ. അങ്ങനെ കണ്ടെത്തുന്ന പത്മക്ക് ഒരു പോറല് പോലും ഏറ്റിട്ടില്ല കേട്ടോ. പത്മേനും കൂട്ടിക്കൊണ്ട് അവർ അമ്പാടിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ പിന്നീട് അമ്പാടിയുടെ നമ്മുടെ പത്മയുടെ വിവാഹമാണ്. വേറൊന്നല്ല, പത്മക്ക് ചോദിക്കാനും പറയാനും ആളില്ലാത്തത് കൊണ്ടിട്ടാണല്ലോ പത്മയുടെ പിന്നാലെ ഇങ്ങനെ ഗുണ്ടകൾ നടക്കുന്നത്. അമ്പാടി വിവാഹം കഴിക്കുകയാണെങ്കിൽ പത്മക്ക് ഒരു ഭർത്താവായി, ഭർത്താവിന്റെ അമ്മയായി, വീട്ടുകാരായി, പത്മക്ക് ചോദിക്കാനും പറയാനും ആൾക്കാരുമായി. അതുകൊണ്ട് തന്നെ അമ്പാടിന്റെയും പത്മയുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്താൻ വേണ്ടി തന്നെ തീരുമാനിക്കുകയാണ് അഞ്ജലിയും അർജുനും കൂടി ചേർന്ന്. അത് ആ ഹോസ്പിറ്റലിൽ വെച്ച് നടത്താൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതെന്ന് പറഞ്ഞിരിക്കുകയാണ് രണ്ടുപേരും കൂടി കേട്ടോ. അതെ, അമ്പാടി എന്തായാലും പത്മേനെ വിവാഹം കഴിക്കും. തിരിച്ചു വരുന്ന പത്മയുടെയും അമ്പാടിയുടെയും വിവാഹമാണ് നമ്മൾ ഇനി അങ്ങോട്ട് കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. എന്തായാലും നാളത്തെ എപ്പിസോഡ് നല്ലൊരു അടിപൊളി എപ്പിസോഡ് തന്നെയായിരിക്കും, അതിലൊരു സംശയമില്ല. വീക്കെൻഡ് പ്രൊമോ എന്ന് പറഞ്ഞ് കാണിച്ചത് നാളത്തെയും മറ്റന്നാളത്തെ എപ്പിസോഡാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് ബുധനാഴ്ച വ്യാഴാഴ്ചത്തെ എപ്പിസോഡ് കാണുമ്പോൾ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.